അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ ശക്തമായ രീതിയിൽ കുട്ടികളിൽ മുതൽ മുതിർന്നവർ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന അവസ്ഥകൾ. എന്നിട്ടോ ഒരു ഭാഗത്ത് കൊലപാതകങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്തിനു നേരില്ല? നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രം നേരില്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് നേരില്ല. നമുക്കൊക്കെയും ഈ മൊബൈലിന്റെയും ഈ മദ്യപാനത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും ലോകത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ ഓരോ ദിവസം പത്രത്തിൽ കാണില്ലേ എന്തുമാത്രം ലഹരി വസ്തുക്കളാണ് പിടിച്ചുകൂട്ടുന്നത്. കോടിക്കണക്കിന് രൂപയുടെയാണ് ഹെറോയിനൊക്കെയും പിടിച്ച് ഇപ്പോ ഈ ദിനങ്ങളിലേക്ക് കാണും. ഇപ്പൊ പിടിക്കുന്ന ഇത്രയാണെങ്കിൽ പിടിക്കാതെ പോകുന്നത് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി നോക്കുകയും ഇതെവിടേക്ക് പോകുന്നു, ആരിലേക്ക് പോകുന്നു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ മാതാവ് വിശുദ്ധ നമ്മോട് പറയുകയാണ് നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരണമെന്ന്. ഈ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണെന്ന്, ഈ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണെന്ന്, ഈ പ്രാർത്ഥനയുടെ ചൈതന്യം കിട്ടേണ്ടത് മക്കളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ കുടുംബത്തിലെ തിന്മയുടെ ശക്തികൾ കടന്നു വരികയില്ല എന്ന് ശക്തമായ രീതിയിൽ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ, മാതാവിന്റെ വണക്കമാസം ആഘോഷിക്കുമ്പോൾ കർത്താവ് മാതാവിലൂടെയും വിശുദ്ധയിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക, നിങ്ങൾ തിരിച്ചു വരണം. വെളിപാട് പുസ്തകം 2, 3, 4, 5 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി, ആ സഹനങ്ങൾ അതിജീവിക്കാൻ നിങ്ങൾക്ക് കരുത്ത് കിട്ടി, ശരിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിങ്ങൾ കൈവടിഞ്ഞിരിക്കുന്നു. എവിടെ വെച്ചാണ് അധപതിച്ചത് മനസ്സിലാക്കി അനുദപിച്ചുകൊണ്ട് തിരിച്ചു വരണം ആ പഴയ സ്നേഹത്തിലേക്ക്, ആ പഴയ കൂട്ടായ്മയിലേക്ക്. തീർച്ചയായിട്ടും ഇന്ന് വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ നാളുകളിലെ സന്തെരേസ യൂണിറ്റ് കുടുംബ കൂട്ടായ്മകളും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളും വരെ കാര്യക്ഷമമായ രീതിയിൽ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടിലൂടെ നമ്മൾ വായിച്ചത്. അതല്ല വായിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ തീർച്ചയായും അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഈ നാളുകളിൽ നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ പറയുന്നതും ഇത് തന്നെയാണ്, വന്നുകാണ് ശ്രമദാനത്തിൽ പങ്കുചേരി, അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പങ്കുചേരേണ്ട ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും വൈമക്യത്തോടു കൂടെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നുള്ളൂ. കൊച്ചുകുട്ടികൾ മുതലേ മുതിർന്നവർ വരെ വന്നവർ മാത്രമേ ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥ. പല ശ്രമദാനങ്ങൾ വെച്ചപ്പോഴും അങ്ങനെയാണ് ഉണ്ടായത്. ഞാനിതിനു മുമ്പ് ഒരു ചെറിയൊരു പള്ളി പണിതു. അവിടെ ശ്രമദാനമായിട്ട് മാത്രമേ ആകെ 5 ഹിന്ദിക്കാരെ മാത്രമേ പണിതിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെയും ആ നാട്ടുകാരാണ് അതവിടെ പണിതത്. ഞാൻ തുടക്കത്തിൽ അങ്ങനത്തെ ആവേശം, പണ്ടത്തെ ആവേശം മൂത്തിട്ട് ഞാൻ ഇവിടെ പണിയാനായിട്ട് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ വയർപ്പിന്റെ അസുഖം ഉണ്ടെന്നു. അപ്പൊ അധികാരനെ കൊണ്ട് വിളിച്ച് ആദ്യത്തെ ദിവസം 25 പേര് വന്നു, രണ്ടാമത്തെ ദിവസം 20 മൂന്നാമത്തെ ദിവസം 15 പേരായി, പിന്നെ ഈ 450. അവിടെ 100 വീടുകളിൽ 70 വീട് സഹകരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ 450 വീടിലെ ആകെ കിട്ടിയത് പിന്നെ 15 പേരായി. അങ്ങനെ അത്രയും ചുരുക്കത്തിലേക്ക് എണ്ണി കുറഞ്ഞു വന്നിരിക്കുന്ന അവസ്ഥയുണ്ടായത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ശ്രമദാനം കൊണ്ട് നടക്കില്ല, ഞാൻ തന്നെ വയർക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു ചട്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചട്ടിക്ക് അടുത്ത ആൾക്കാർ ഓടി വന്നിട്ട് എന്റെ ചട്ടി പിടിച്ച് വാങ്ങിച്ചിട്ട് പറയും, അച്ഛൻ മാറി നിന്നു, ഞങ്ങൾ ചെയ്തോളാം പറയും. ഇവിടെ എത്ര ചട്ടി എടുത്താലും പറയും അച്ഛൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. ആരും തിരിഞ്ഞു നോക്കണമില്ല, ആരും കടന്നു വരുന്നുമില്ല. ഇത്തരണത്തിലെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളെ ഈ യൂണിറ്റിന്റെ പശ്ചാത്തലത്തിലെ കൂട്ടായ്മയോടുകൂടെ ഇവിടെ ഈ നാളുകളിൽ പ്രവർത്തിച്ചതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മൾ ഓരോരുത്തരും കണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് 13 യൂണിറ്റ് ഇവിടെ ഉണ്ടായെങ്കിൽ ആ 13 യൂണിറ്റിലെ ഏറ്റവും സജീവമായ രീതിയിൽ രംഗത്ത് നിൽക്കുകയും നിങ്ങളുടെ കൂട്ടായ്മയുടെ തലത്തിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും മറ്റെല്ലാ തരത്തിലും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താണ് ഏകദേശം 51,000 രൂപ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതിന് സഹകരിച്ചവരെയും നേതൃത്വം കൊടുത്തവരെയും നിങ്ങളുടെ യൂണിറ്റ് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു കൊച്ചു കൃത്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ നാമത്തിലാവണം, കർത്താവിന്റെ ആലയത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ആ ചെയ്തിട്ട് ഒരു കല്ലാണ് നിങ്ങൾ ഈ ദേവാലയത്തിന് സമയത്ത് നിങ്ങൾ ശ്രമദാനമായിട്ട് വെച്ചതെങ്കിൽ, ആ ശ്രമദാനം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ദേവാലയത്തിലേക്ക് പിന്നീട് വന്ന് ബലിയർപ്പിക്കാനായിട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊന്നില്ലാത്തൊരു ചൈതന്യം, എന്തൊന്നില്ലാത്തൊരു ശക്തി, എന്തൊന്നില്ലാത്തൊരു ആത്മാവിന്റെ അഭിഷേകം ആ ബലികൾക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പണിത ദേവാലയത്തില് അവിടെ പെരുന്നാളനുബന്ധമായി നവനാൾ കുർബാനയ്ക്ക് ഞാൻ പോയി. അവർ പറയായിരുന്നു, ഇപ്പൊ ഈ 5-6 വർഷമായി 6-7 വർഷമായി അവര് സ്ഥിരമായിട്ട് കോവിഡിന്റെ 1-2 ദിവസം വർഷമായി വെച്ചിട്ട് ബാക്കിയൊക്കെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അവിടെ ചെല്ലുമ്പോ ആ ബലിയർപ്പിക്കുമ്പോൾ അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും ഓരോ പ്രതലത്തിനും പറയാനുണ്ടൊരു പിടി.
കാരണം എന്താ വെച്ചാൽ അത്രയും ശ്രമദാനത്തോടുകൂടി കെട്ടിപ്പൊക്കിയതാണ്. ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അർപ്പിക്കപ്പെടുന്ന ബലികള് ഏറെ ശക്തിദായകമായി തീരും, അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ നാളുകളിലുള്ള സഹകരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ കാലഘട്ടവും ഓർമ്മപ്പെടുത്തുന്നത്, മാതാവും വിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് തീരണം. പുറപ്പാട് പുസ്തകം 14:14 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശാന്തമായി എൻ്റെ അരികിലിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്ന്. കർത്താവിന്റെ അരികിലിരിക്കാൻ ഇന്ന് സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് സമയമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ താളം തെറ്റുന്നു എന്നുള്ളതാണ്. താളം തെറ്റുന്നു എന്നുള്ളതാണ്. യഥാർത്ഥമായ താളത്തിലേക്ക്, ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ വഴിയിലേക്ക്, വചനത്തിന്റെ വഴിയിലേക്ക് നടന്നെടുക്കുന്നതിന് പകരം തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു താളം ഉണ്ടാകണമെങ്കിൽ, കർത്താവിന്റെ യഥാർത്ഥമായ വഴിയിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരണമെന്ന് സഹനങ്ങളുടെ നിമിഷത്തിൽ പോലും വിശുദ്ധ പത്രോസ് നമ്മോട് പറയുകയാണ്. ജീവിതത്തിന്റെ രക്ഷാകര നിമിഷങ്ങളിൽ പോലും പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്. പ്രാർത്ഥനയുടെ മനുഷ്യനായി ദൈവാശ്രയ ബോധത്തോടുകൂടെ മുന്നേറാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായും 1 പത്രോസ് 5:6 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കർത്താവിന്റെ കരുത്തിൻ കീഴിലായിരിക്കുക, തക്ക സമയത്ത് അവിടെ നിന്ന് നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളുമെന്ന്. അപ്പൊ കർത്താവിന്റെ കരുത്തിൻ കീഴിലായിരിക്കാൻ, പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരാൻ കർത്താവ് കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹികളെ, നമ്മുടെ സഹോദര കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹി, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൻ്റെ നമ്മുടെ ഇടവകയിലെ പ്രസിഡന്റുമായിട്ടുള്ള പി ഷാ, പ്രത്യക്ഷപ്പെട്ട ആരോഗ്യ മാതാവ്. മാതാവേ മാതാവേ വേളാങ്കണ്ണി മാതാവേ കരുണതൻ സാഗരമേ ശോകത്തിരകളിൽ അലയുന്നേ കനിവിൻ കരം നീട്ടി സ്നേഹത്തീരത്തമ്പി അണയ്ക്കൂ മാതാവേ മാതാവേ മഹത്വത്തിൻ പ്രഭ ചൊരിയൂ മാതാവേ മാതാവേ കൃപയാലേ വരമരുളൂ. നമുക്ക് ലഭിക്കാനുണ്ട്. ഇത് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ EWS എന്ന് പറഞ്ഞുള്ള ഒരു വ്യവസായമായ 10% സംഭരണം ഇത് കിട്ടും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ 3 മാസം മുന്നുണ്ടായുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ച മദർ സുപ്പീരിയർ
മറ്റ് വിശിഷ്ട അതിഥികളെ, സെൻറ്റ് തെരേസ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ, പിന്നെ സെൻറ്റ് തെരേസ യൂണിറ്റിൻ്റെ അംഗങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബ യൂണിറ്റ് എല്ലാ ഇതിലും ഞാൻ കണ്ടേക്കണ ഞായറാഴ്ച, ഒരു മാസത്തിലൊരു ഞായറാഴ്ച കൂടും, പ്രാർത്ഥന എത്തിക്കും, കാപ്പി പിടിക്കും, പിരിഞ്ഞു പോകും. പരിശുദ്ധ മദർ തെരേസ. ഈശോ നീ വരണേ, കുഞ്ഞു മനസ്സിൻ നൊമ്പരമെല്ലാം നാഥാ നീക്കണമേ. വാവാ ഈശോയേ, ഞങ്ങളിൽ വാഴുവാൻ നിന്നോടൊപ്പം ഒന്നായെന്നും ഞങ്ങൾ വളർന്നിടുവാൻ നാഥാ ഞങ്ങൾ വളർന്നിടുവാൻ. എല്ലാ ഹൃദയവും വെണ്മയാക്കുന്നവൻ ദിവ്യകാരുണ്യമല്ലോ. എന്നും ഞങ്ങളെ കൈപിടിക്കുന്നവൻ ഈശോയെ നീയല്ലോ. എല്ലാ ഹൃദയവും വെണ്മയാക്കുന്നവൻ ദിവ്യകാരുണ്യമല്ലോ. എന്നും ഞങ്ങളെ കൈപിടിക്കുന്നവൻ ഈശോയെ നീയല്ലയോ. വാവാ ഈശോയേ, ഞങ്ങളിൽ വാഴുവാൻ നിന്നോടൊപ്പം ഒന്നായെന്നും ഞങ്ങൾ വളർന്നിടുവാൻ നാഥാ ഞങ്ങൾ വളർന്നിടുവാൻ. കുഞ്ഞിളം നാവിൽ കുർബാനയായി ഈശോ നീ വരണേ, കുഞ്ഞു മനസ്സിൻ നൊമ്പരമെല്ലാം നാഥാ നീക്കണമേ, നാഥാ നീക്കണമേ. എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, സഹവാതിൽ തുറന്നു ഭൂമി നിഗളിച്ച പ്രകാശമേ. നന്ദമായി വന്നു ഈശിയാനം തന്ന മുന്നില തന്നെ സാക്ഷി ഉൽക്കിയ പുണ്യ ജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീയേകുന്ന വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ.
നീലയായൻ കൂടെ ചെന്താമരപ്പൂ പോലെ പാടി നിൽക്കാനേവാ നീ മാറിയാലോലം ചായുടങ്ങൾ മായോ നീ മൂടാനിൻ മോളിൽ താരകാലം പോലെ കനവിലും നിലവിലും കനിയായി I love you, I love you, I love you, mummy. I love you, I love you, I love you, എനിക്കുമുണ്ടൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, ഒരു തേന്മാവ്, ഇരുന്നൊരുക്കി തേന്മാവ്, ഇരുന്നിടത്തി തത്തമ്മ കൂട് കൂട്ടാൻ വിരുന്നിനെത്തി എനിക്കുമുണ്ടൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, എന്നോട് വീടിൻ മുറ്റത്ത് നിൽക്കും തേന്മാവ്. വിരുന്നിനെത്തി തത്തമ്മ കൂട് കൂട്ടാൻ അണ്ണാനും ഇരുന്നൊരുക്കി നമ്മുടെ തേന്മാവും. Thank you.
അതെ, നമ്മളുടെ വീടുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് വിശപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി പൊട്ടിക്കില്ല, ഓട്ടനെ മാറ്റി തരാം. ഇല്ലെങ്കിൽ ഇല്ലില്ല, മാറ് മാറ് മാറ്. ഇനി ശ്രദ്ധിക്കുക, പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിയതിന് പകരം തരില്ല, പൊട്ടിയതിന് പകരമില്ല. ഓക്കെ, നിങ്ങൾക്ക് മാറിക്ക് ഡേസ്. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. You can see the riding on the pavement.
നോട്ടെ മിന്നാമിനുങ്ങേ മിനുങ്ങേ എങ്ങോട്ടാണ് തിരുക്കം നീ ധരിച്ചല്ലേ പേടിയാവില്ലേ വീട്ടിലെ ഞാനും വന്നോട്ടെ. പരിപാടികൾ അവതരിപ്പിച്ച് മുതിർന്നവരെ എല്ലാവരും സ്റ്റേജിലേക്ക് വരിക. നമുക്ക് ബഹുമാനപ്പെട്ട വികാരിച്ചിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാം. എല്ലാവരും വരിക. ആ ലാസ്റ്റ് പാട്ട് പാടിയ 4 ആൺകുട്ടികൾ വരിക. 5 പായോ പാട്ട് പാടിയത് ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് പാട്ട് പാടിയവര്. അവര് 4 പേരെ ആകെ പാടിയുള്ളെങ്കിലും അവരും വരിക. മത്സരത്തില് വർഷത്തിലെ സമാപനത്തിൽ എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. അച്ഛനും സിസ്റ്റേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ വാർഷികാഘോഷത്തിന്റെ ആശംസകൾ അർപ്പിക്കുവാൻ വന്നു ചേർന്ന വിവിധ യൂണിറ്റിലെ എല്ലാ ഭാരവാഹികൾക്കും യൂണിറ്റിന്റെ പേരിൽ നന്ദി പറയുന്നു. നമ്മുടെ യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊത്ത് പ്രവർത്തിച്ച് കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ച നമ്മുടെ പ്രസിഡന്റിന്റെ യൂണിറ്റിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. ഞാൻ പെരുമാറി എടുത്ത് കഴിക്കുക. ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. പ്ലേറ്റാണ്.
Thank you.